ഹരേ കൃഷ്ണ. ഏകാദശിയാണ് വരാൻ പോകുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2025 ഒക്ടോബർ മാസം 2-ാം തീയതി വൈകുന്നേരം 7:10 മുതൽ 2025 ഒക്ടോബർ മാസം 3-ാം തീയതി വൈകുന്നേരം 6:32 വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകാദശിയും മഹാദ്വാദശിയും കൂടി ചേർന്ന് വരുന്ന 2025 ഒക്ടോബർ മാസം 3-ാം തീയതി വെള്ളിയാഴ്ച നമ്മൾ ഏകാദശിയായി ആചരിക്കുന്നു. ഈ ഏകാദശിക്ക് പറയുന്ന പേര് പാപാങ്കുശ ഏകാദശി എന്നാണ്. എന്തിനാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഓരോ ഹൈന്ദവ വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം മോക്ഷമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കണക്കാക്കുന്നത്. ഹിന്ദുമത വിശ്വാസികൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു. ഇനിയും ഒരു ജന്മം വേണ്ട, കെട്ടകാലമാണ് വരാൻ പോകുന്നത്. കലിയുഗത്തിലെ ഏറ്റവും മോശമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനി അതിഭീകരമായ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ തന്നെ കലിയുഗത്തിലെ ദുരിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈശ്വരനെ ഭയമില്ല, ഈശ്വരന്റെ സമ്പത്തുകൾ കൊള്ളയടിക്കുന്നു, ഈശ്വര നിന്ന, അവരവർക്കിഷ്ടമുള്ളതുപോലെ സർവേശ്വരനെ എടുത്ത് ഉപയോഗിക്കുന്നു തങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. അങ്ങനെ ഒരുപാട് അനർത്ഥങ്ങളിലൂടെയും തെറ്റുകളിലൂടെയും ഒക്കെ തന്നെയാണ് ഈ ലോകം കടന്നു പോകുന്നത്. ഈശ്വരനെ നിന്ദിക്കുന്നവരാണ് ഈ യുഗത്തിൽ ഏറ്റവും കൂടുതൽ. നാമം ജപിക്കുന്നവരെ കല്ലെറിയുന്നവരാണ് ഈ യുഗത്തിൽ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തർക്കും മോക്ഷമാണ് ആവശ്യം. എങ്ങനെയാണ് ഒരാൾ മോക്ഷത്തിലേക്ക് എത്തുന്നത്? അവന്റെ പാപങ്ങൾ നശിക്കണം, അവന്റെ പാപങ്ങൾ അവശേഷിക്കരുത്. പാപങ്ങൾ അവശേഷിച്ചാൽ അവൻ വീണ്ടും ജനിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഏകാദശി വ്രതങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത്. ഓരോ ഏകാദശിയും അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഭഗവാനെ, ഇതുവരെ നമ്മൾ ചെയ്ത പാപങ്ങൾ അത് പുറത്തു കൊള്ളണമേ, ക്ഷമിക്കണമേ. എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ ഓർക്കണം, അതിങ്ങനെ കടന്നു വരണം. ഇനി ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണമേ എന്നൊരു പ്രാർത്ഥന കൂടി അവിടെ ഉണ്ടാകണം. ആ സമയത്ത് ഇനി വീണ്ടും തെറ്റുകൾ ചെയ്യാൻ പാടില്ല, തെറ്റു ചെയ്താൽ മോക്ഷം ലഭിക്കുകയില്ല എന്ന ഒരു ഭയം നമ്മളിൽ ഉണ്ടാകും. അതോടുകൂടി തെറ്റു ചെയ്യാനുള്ള പ്രവണത നമ്മളിൽ കുറയുകയും ചെയ്യും. ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിന് രത്നാകരൻ എന്ന കൊള്ളക്കാരൻ. രത്നാകരൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. പക്ഷേ തൻ്റെ പാപങ്ങൾ ആരും ഏറ്റെടുക്കുകയില്ല, താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന ഒരു ബോധ്യം രത്നാകരന് ഉണ്ടായപ്പോൾ രത്നാകരൻ ഈശ്വര ഭജനത്തിലേക്ക് മാറി. ആ ഈശ്വര ഭജനത്തിൻ്റെ ഒടുവിൽ രത്നാകരൻ ആരായി മാറി? ആദികവിയായ വാൽമീകിയായി മാറി. ഈ ലോകം ഉള്ള കാലത്തോളം വാൽമീകിയെയും രാമായണത്തെയും മനുഷ്യൻ എന്നും ഓർക്കും. അതാണ് ഈശ്വര ഭജനം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയ മാറ്റം. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണം. നമ്മളെല്ലാവരും അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകൾ ചെയ്യാറുണ്ട്. കണ്ണുകൊണ്ടും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും തെറ്റു ചെയ്യാത്തവരായി ആരുമില്ല. പക്ഷേ
ഒരു മാസത്തിൽ 2 ഏകാദശി വരുമ്പോൾ ആ 2 ഏകാദശി ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഓർക്കും നമ്മൾ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയെന്ന്. ആ തെറ്റുകൾ ക്ഷമിക്കാൻ നമ്മൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കും. യഥാർത്ഥമായ മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിവതും ഇനി ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ടാണ് വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യം ഏകാദശിയാണ് എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം അത് ഏകാദശിയാണ് എന്ന് പറയുന്നത്. ഒരു ഹൈന്ദവ വിശ്വാസി നിർബന്ധമായും ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. എങ്ങനെയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്? സാധാരണ ഏകാദശി ദിവസത്തിന്റെ തലേ ദിവസം നമ്മൾ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഏകാദശി വ്രതത്തിനായി തയ്യാറെടുക്കും. അതിനുവേണ്ടി നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ നിയന്ത്രണം വരുത്തും. പ്രാർത്ഥന കൂടുതലായി ചെയ്യും. ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിക്കും. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ ദിവസവും അരിഭക്ഷണം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നതും അരിഭക്ഷണമാണ്. അതുകൊണ്ട് അതിൻ്റെ അളവ് കുറയ്ക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഒരു നേരം ചോറ്, അതും അധികം കൂട്ടാനൊന്നുമില്ലാതെ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ മോരോ ഒക്കെ കൂട്ടി വളരെ ലഘുവായി കഴിക്കും. ഉള്ളിയും വെളുത്തുള്ളിയും വൈഷ്ണവ വിശ്വാസമനുസരിച്ച് കഴിക്കാറില്ല. അതിന് കാരണം ഉള്ളി എന്ന് പറയുന്ന സാധനം അമിതമായി രുചി വർദ്ധിപ്പിക്കുന്ന സാധനമാണ്. ഉള്ളി ചേർത്ത ചമ്മന്തിയും ഉള്ളി ചേർക്കാത്ത ചമ്മന്തിയും രണ്ടും രണ്ട് രുചിയാണ്. ഉള്ളി ഇഷ്ടമുള്ള ആളുകൾക്ക് ഉള്ളി ചേർത്ത ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആ ഒരു രുചിയെ ഒന്ന് കുറയ്ക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വൈഷ്ണവര് സ്ഥിരമായി ഇത് കഴിക്കാറില്ല. ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിലൊന്നും തന്നെ അവിടുത്തെ പാചകങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാറില്ല. കാരണം ഉള്ളിയും വെളുത്തുള്ളിയും എന്ന് പറയുന്നത് രജസ സ്വഭാവമുള്ള ഭക്ഷണങ്ങളാണ് എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ നോൺ വെജ് ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാതെ നോൺ വെജ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം, സസ്യഭുക്കുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളിയും വെളുത്തുള്ളിയും അത്ര നിർബന്ധമുള്ള കാര്യമല്ല. ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ആഹാരങ്ങൾ വളരെ രുചികരമായി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏകാദശിയുടെ തലേ ദിവസം രാവിലെ ഒന്നുകിൽ ഗോതമ്പ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. ഉച്ചയ്ക്ക് വളരെ ലഘുവായി ചോറുണ്ണുക. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിച്ച് നിർത്തുക. കഴിവതും വൈകുന്നേരം പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണ് ഉത്തമം. ഇനി കഠിനമായ മരുന്നുകൾ കഴിക്കുന്നവര്, ഗർഭിണികള്, ഒരുപാട് ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ ഗോതമ്പൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. സന്ധ്യയ്ക്ക് മുമ്പ് കഴിച്ചു നിർത്താൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ അങ്ങനെ ചെയ്യുക. സാധിക്കാത്ത ആളുകൾ കാണും. ഇന്നത്തെ സാഹചര്യത്തിൽ ജോലിക്കൊക്കെ പോയിട്ട് സന്ധ്യ കഴിഞ്ഞ് എത്തുന്ന ആളുകൾ കാണും. അവര് സന്ധ്യ കഴിഞ്ഞിട്ടായാലും വളരെ ലഘുവായി കഴിക്കണം. പിറ്റേ ദിവസം ഏകാദശി ദിവസം രാവിലെ കുളിച്ച് വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഒരുപാട് തരത്തിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. ചിലര് ഉപവസിക്കും, ചിലര് ജലം മാത്രം കുടിച്ചിരിക്കും, ചിലര് പാലും പഴങ്ങളും കഴിച്ചിരിക്കും, ചിലര് 3 നേരവും ആഹാരം കഴിക്കും. 3 നേരവും എന്തൊക്കെ കഴിക്കാം? അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങള്, റാഗി, തിന, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ധാന്യങ്ങളും ഏകാദശി ദിവസം ഉപയോഗിക്കാറില്ല. പിന്നെ കഴിക്കാൻ പറ്റുന്നത് രാവിലെ പാല്, പഴങ്ങള് അതൊക്കെ കഴിക്കാം. ഉച്ചയ്ക്ക് പച്ചക്കറികൾ എല്ലാം ചേർത്തിട്ടുള്ള ഒരു പുഴുക്ക് ഉണ്ടാക്കി കഴിക്കാം. വൈകുന്നേരം സന്ധ്യയ്ക്ക് മുമ്പ് വേണമെങ്കിൽ പുഴുക്ക് കഴിക്കാം, അതല്ലെങ്കിൽ പാലും പഴങ്ങളും ഒക്കെ കഴിക്കാം. ഇങ്ങനെ 3 നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അസുഖമുള്ളവര്, ഗർഭിണികള്, പ്രായമായ ആളുകൾക്കൊക്കെ തന്നെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് വ്രതമെടുക്കുന്നത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ വ്രതം പറഞ്ഞിരിക്കുന്ന, കഴിക്കാം എന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്.
ചിലർ 3 നേരവും പാലും പഴങ്ങളും മാത്രം കഴിക്കും. ചിലര് 1 നേരം മാത്രം എന്തെങ്കിലും ഒന്ന് കഴിക്കും. ഇങ്ങനെ നമ്മുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ സാഹചര്യവും അനുസരിച്ചിട്ട് എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത് അതേ രീതിയിൽ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. പിന്നെ പ്രധാനമായും മറ്റൊരു സംശയം വരുന്നത് ചായയും കാപ്പിയും കഴിക്കാമോ എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചായയും കാപ്പിയും കഴിക്കാൻ പാടില്ല. പക്ഷേ ചിലർക്ക് ശീലമാണ്. ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന എടുക്കും. അങ്ങനെയുള്ള ആളുകൾ രാവിലെ ഒരു ചായ, വൈകുന്നേരം ഒരു ചായ അത് കഴിക്കാം. കാരണം അത് കഴിച്ചില്ലെങ്കിൽ അവർക്ക് വ്രതമെടുക്കാൻ സാധിക്കാതെ വരും. 4 5 ചായ കുടിക്കുന്ന ആളുകൾ ഒരു ചായയായി ക്രമപ്പെടുത്തുക. കുറേശ്ശെ നിങ്ങൾക്ക് ചായ കുടിക്കാതെ വ്രതം എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരും. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകമായി ഓർക്കുക. പിന്നെ വരുന്ന സംശയമാണ് പീരീഡ്സ്, പുല, ബാലായ്മ. ഈ സമയങ്ങളിൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ പറ്റുമോ? പറ്റും. നിങ്ങൾക്ക് വിളക്ക് തെളിയിക്കാനോ ക്ഷേത്രത്തിൽ പോകാനോ സാധിക്കില്ല. പക്ഷേ വ്രതഭക്ഷണം അതുപോലെ തന്നെ കഴിച്ച് കുളിച്ച് നിങ്ങളുടെ മുറിയിലിരുന്ന് നിങ്ങൾക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിച്ച് അല്ലെങ്കിൽ നാരായണ നാരായണ എന്ന് ജപിച്ച് നിങ്ങൾക്ക് വ്രതം എടുക്കാം. പക്ഷേ വിളക്ക് തെളിയിക്കാൻ സാധിക്കില്ല, ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കില്ല. നമ്മുടെ മുറിയിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, വ്രതം പറഞ്ഞിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം. പിറ്റേ ദിവസം, ഏകാദശിയുടെ പിറ്റേ ദിവസം ഓരോ സ്ഥലത്തും പാരണാ സമയം വ്യത്യസ്തമാണ്. പാരണ വീടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്രതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക സമയമുണ്ട്. ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ട്. നിങ്ങൾ ഏത് സ്ഥലത്താണോ താമസിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാം. ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിലിരുന്ന് നാമം ജപിച്ച് കിണ്ടിയിൽ വെച്ചിരിക്കുന്ന തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതിനും സാധിക്കുന്നില്ല, പീരീഡ്സ് ആണ്, പുലയാണ്, ബാലായ്മയാണ്, വിളക്ക് തെളിയിക്കുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ അവനവന്റെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ച് 1 ഗ്ലാസ് വെള്ളം കുടിച്ച് നിങ്ങളുടെ വ്രതം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായി സംശയമായി എല്ലാവരും ചോദിക്കുന്നത്. ഏകാദശി പുഴുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മുടെ 2ാമത്തെ ചാനൽ കൗസ്തുഭം വെജ് ഫുഡ്സിൽ കിടപ്പുണ്ട്. ഏകാദശി ദിവസം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ അതും ഇട്ടിട്ടുണ്ട്. ഏകാദശി ദിവസം നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കപ്പലണ്ടി, അത് നിങ്ങൾക്ക് കഴിക്കാം. പച്ചക്കറികൾ, ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, അത് നിങ്ങൾക്ക് കഴിക്കാം. ചൗവരി, അത് നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ പാലുൽപ്പന്നങ്ങൾ, അതൊക്കെ നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാം. പഴവർഗ്ഗങ്ങൾ, അത് നിങ്ങൾക്ക് ധാരാളമായിട്ട് കഴിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. പരമാവധി സമയം നാമം ജപിക്കുക. അതുപോലെ തന്നെ ഏകാദശിയുടെ വ്രതകഥ അത് നിർബന്ധമായും നമ്മൾ കേട്ടു പ്രാർത്ഥിക്കണം. ഏകാദശി ദിവസം വ്രതകഥ കേൾക്കണം. അതുകൂടാതെ ഏകാദശി പാരണാ സമയത്ത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, അതായത് തലേ ദിവസം നിങ്ങൾ കേട്ട് എല്ലാം കഥയൊക്കെ മനസ്സിലാക്കി വെക്കുന്നുണ്ട്, ഇതാണ് കഥയെന്നുള്ളത്. പിറ്റേ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ കഥ ഒന്ന് പറഞ്ഞ് ഭഗവാനെ, ഇന്ന ആളെ ഭഗവാൻ രക്ഷിച്ചതുപോലെ, അതായത് ആ കഥയിലുള്ള ആളെ ഭഗവാൻ രക്ഷിച്ചതുപോലെ എന്നെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നമസ്കരിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഏകാദശിയുടെ വ്രതകഥ നോക്കാം. അത് കൂടാതെ തന്നെ ഏകാദശിയുമായി ബന്ധപ്പെട്ട പാരണാ സമയവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നോക്കാം. ഒരിക്കല് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു, അല്ലയോ ഭഗവാനെ, അശ്വിന മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയുടെ പേര് എന്താണ്? എന്തിനാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഫലങ്ങൾ? എല്ലാം അങ്ങ് വിശദമായി എന്നോട് പറഞ്ഞു തന്നാലും എന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ്, അർജുന, അശ്വിന മാസത്തിലെ
ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയുടെ പേര് പാപാങ്കുശ ഏകാദശി എന്നാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരുവന്റെ എല്ലാ പാപങ്ങളും നശിക്കുകയും അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ഒരുവൻ 1000 അശ്വമേധ യജ്ഞങ്ങളും 100 രാജസൂയ യജ്ഞങ്ങളും ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ ഒരു പാപാങ്കുശ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ലഭിക്കുന്നത്. ഈ ഏകാദശി വ്രതം ആചരിക്കുന്നത് ഒരു വ്യക്തിക്ക് അവരുടെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള 10 പൂർവികരുടെയും പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള 10 പൂർവികരുടെയും ഇണയുടെ ഭാഗത്തു നിന്നുള്ള 10 പൂർവികരുടെയും ആത്മാക്കളെ വിഷ്ണു പദത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നു. അതോടുകൂടി അവർക്ക് മോക്ഷവും ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ആത്മാക്കളുടെ സകല വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ആരാണോ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് അവരെ മോക്ഷപദത്തിൽ എത്തിച്ചത് അയാൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഈ ഏകാദശി വ്രതത്തിന്റെ പൊതുവായ ഫലം. ഇങ്ങനെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കൊടുത്തതിന് ശേഷം കൃഷ്ണൻ അർജുനനോട് ഒരു ഉദാഹരണം പറയുന്നു. പുരാതന കാലത്ത് വിന്ധ്യപർവ്വതങ്ങളിൽ വളരെ ക്രൂരനായ ഒരു പക്ഷി വേട്ടക്കാരൻ താമസിച്ചിരുന്നു. അവന്റെ പേര് ക്രോധനൻ എന്നായിരുന്നു. അവൻ തൻ്റെ ജീവിതകാലം മുഴുവനും മദ്യപിച്ചും കൊള്ളയടിച്ചും ആക്രമണങ്ങൾ നടത്തിയും ഒക്കെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവൻ ഒരു സ്വപ്നം കാണുകയാണ്. അതായത് യമരാജൻ ഒരു ഭടനെ അവന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. എന്നിട്ട് ഈ ഭടൻ പറയുകയാണ്, നാളെ നിന്നെ കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ വരും എന്ന് പറയുന്നു. അതോടുകൂടി ഇയാൾക്ക് മരണഭയം ഉണ്ടാവുകയും താൻ ഇത്രയും കാലം ചെയ്തു പോയ പാപങ്ങളെ പറ്റി ഓർക്കുകയും ചെയ്യുന്നു. അതോടുകൂടി കുറ്റബോധം ഇവനെ വേട്ടയാടുന്നു. നാളെ ഇനി എന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എങ്ങനെയായി തീരും, യമലോകത്ത് എത്രയെത്ര പീഡനങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഓർത്ത് ഇയാളുടെ മനസ്സിങ്ങനെ വിഷമിക്കുന്നു. ഇയാള് കുറ്റബോധം കൊണ്ട് ദുഃഖിതനാവുകയും ഇയാൾ എവിടേക്ക് പോവുകയും ചെയ്യുന്നു? മഹർഷിയായ അങ്കിരസിന്റെ അടുക്കൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. അങ്ങനെ അങ്കിരസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഇയാള് പശ്ചാത്തപിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. താൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഓർത്ത് അയാള് വിഷമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്കിരസിനെ കണ്ട് തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അങ്കിരസ് പറഞ്ഞു, വിഷമിക്കണ്ട, നീ നിന്റെ തെറ്റുകൾ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. നിനക്ക് നിന്റെ ഈ ദുഃഖത്തിൽ നിന്നും കര കയറുന്നതിനായി ഞാനൊരു മാർഗം പറഞ്ഞു തരാം. നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷം വീണ്ടും നിന്റെ പഴയ പ്രവൃത്തി നീ തുടരരുത് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഈ പാപാങ്കുശ ഏകാദശി വ്രതത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് എങ്ങനെ ഏകാദശി വ്രതം അനുഷ്ഠിക്കണം എന്നുള്ളതിനെ പറ്റിയും വളരെ വിശദമായി അങ്കിരസ് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മഹർഷിയുടെ അഭിപ്രായ പ്രകാരം പശ്ചാത്താപ വിവശനായി ഈ ദുഷ്ടൻ, ഈ വേടൻ എന്തു ചെയ്യുന്നു? പാപാങ്കുശ ഏകാദശി വിധിയാവണ്ണം അനുഷ്ഠിക്കുകയും അതോടുകൂടി അവനൊരു വിഷ്ണു ഭക്തനായി തീരുകയും ചെയ്തു. പിന്നീട് അവൻ അവന്റെ പാപങ്ങളിൽ നിന്നും മോചിതനാവുകയും അവസാനം അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കഥ കൂടി കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഭഗവാൻ ഊന്നി പറയുന്നത്, നമ്മൾ തെറ്റു ചെയ്യും, അത് സ്വാഭാവികം. പക്ഷേ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കുകയും പശ്ചാത്തപിക്കുകയും ഈശ്വര ഭജനം ചെയ്യുകയും വീണ്ടും അത് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു മനുഷ്യൻ മോക്ഷത്തിലേക്ക് ഉയരുന്നു. അവൻ്റെ അതുവരെയുള്ള പാപങ്ങൾ കുറയുന്നു
എന്നതാണ് ഇവിടെ സർവേശ്വരൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. രത്നാകരൻ എന്ന കൊള്ളക്കാരനാണ് നമ്മുടെ മുമ്പിൽ ഇന്നുമുള്ള ഏറ്റവും വലിയ ഉദാഹരണം. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി നിർബന്ധമായും എല്ലാവരും അനുഷ്ഠിക്കണം. കാരണം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാവിധത്തിലുള്ള പാപങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ശക്തി നൽകണം എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് എല്ലാവരും വിധിയാവണ്ണം ഏകാദശി വ്രതം അനുഷ്ഠിക്കണം. ഇനി നമുക്ക് ഏകാദശിയുടെ പാരണാ സമയം അത് നോക്കാം. പാരണ വീടേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിച്ച് നാമം ജപിച്ച് ഭഗവാന് വ്രതം സമർപ്പിച്ച് നമസ്കരിച്ച് തീർത്ഥം സേവിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കണം. ഏകാദശി വ്രതത്തെ സംബന്ധിച്ചിടത്തോളം പാരണ വീടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ പാരണാ സമയത്ത് പാരണ വീടിയില്ലെങ്കിൽ ആ ഏകാദശി വ്രതം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവുകയില്ല. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ സമയത്തിനുള്ളിൽ പാരണ വീടിയില്ലെങ്കിൽ പിന്നീട് സന്ധ്യയ്ക്ക് അന്ന് ഉച്ച കഴിഞ്ഞ് സന്ധ്യാസമയത്ത് മാത്രമേ നമ്മൾ പാരണ വീടാകൂ. അത് നിങ്ങൾ ആ ഒരു വിളക്ക് തെളിയിച്ച് നാമം ജപിച്ച് അങ്ങ് വീടിയാൽ മതി. പക്ഷെ നിർബന്ധമായും ഈ സമയത്തിനുള്ളിൽ തന്നെ പാരണ വീടാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഓരോ സ്ഥലങ്ങളിലെയും പാരണ സമയം നോക്കാം. കേരളത്തില് ഒക്ടോബർ 4-ാം തീയതി രാവിലെ 6:10 മുതൽ 10:11 വരെയാണ് സമയം. ഈ സമയത്തിനുള്ളിൽ പാരണ വീടുക. തമിഴ്നാട് 5:58 മുതൽ 9:58 വരെ, കർണാടക 6:13 മുതൽ 10:12 വരെ, ആന്ധ്രാപ്രദേശ് 6:02 മുതൽ 10:01 വരെ, തെലങ്കാന 6:07 മുതൽ 10:05 വരെ, ഒറീസ 5:38 മുതൽ 9:36 വരെ, ഗോവ 6:25 മുതൽ 10:24 വരെ, വെസ്റ്റ് ബംഗാൾ 5:29 മുതൽ 9:26 വരെ, ജാർഖണ്ഡ് 5:41 മുതൽ 9:39 വരെ, പഞ്ചാബ് 6:26 മുതൽ 10:21 വരെ, രാജസ്ഥാൻ 6:21 മുതൽ 10:17 വരെ, ഹരിയാന 6:18 മുതൽ 10:13 വരെ, ഉത്തർപ്രദേശ് 6 മണി മുതൽ 9:57 വരെ, ഡൽഹി 6:16 മുതൽ 10:12 വരെ, ഗുജറാത്ത് 6:32 മുതൽ 10:29 വരെ, ഹിമാചൽ പ്രദേശ് 6:17 മുതൽ 10:12 വരെ, ആസാം 5:16 മുതൽ 9:13 വരെ, മഹാരാഷ്ട്ര 6:30 മുതൽ 10:28 വരെ, മധ്യപ്രദേശ് 6:13 മുതൽ 10:10 വരെ, കാശ്മീർ 6:27 മുതൽ 10:21 വരെ, ഛത്തീസ്ഗഡ് 5:55 മുതൽ 9:53 വരെ, ബീഹാർ 5:43 മുതൽ 9:40 വരെ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് 5:08 മുതൽ 9:08 വരെ. ഇനി ദുബായ് 6:13 മുതൽ 10:09 വരെ, അബുദാബി 6:16 മുതൽ 10:13 വരെ, ബഹ്റൈൻ 5:31 മുതൽ 9:28 വരെ, കുവൈറ്റ് 5:43 മുതൽ 9:39 വരെ, റിയാദ് സൗദി അറേബ്യ 5:46 മുതൽ 9:43 വരെ, ദോഹ ഖത്തർ 5:27 മുതൽ 9:24 വരെ, ഷാർജ 6:12 മുതൽ 10:08 വരെ, ഒമാൻ 5:59 മുതൽ 9:56 വരെ, യു കെ മാഞ്ചസ്റ്റർ 7:16 മുതൽ 11:03 വരെ, അർമേനിയ 7:01 മുതൽ 10:54 വരെ, ജർമ്മനി 7:13 മുതൽ 11:01 വരെ, ലിബിയ 7:04 മുതൽ 10:58 വരെ, നൈജീരിയ 6:18 മുതൽ 10:18 വരെ, സ്വീഡൻ 7 മണി മുതൽ
10:44 വരെ. ഇറ്റലി 7:10 മുതൽ 11:02 വരെ. സിംഗപ്പൂര് 6:50 മുതൽ 10:52 വരെ. ചൈന 6:32 മുതൽ 10:26 വരെ. മാലിദ്വീപ്സ് 5:53 മുതൽ 9:54 വരെ. മലേഷ്യ 7 മണി മുതൽ 11:01 വരെ. പോണ്ടിച്ചേരി 6 മണി മുതൽ 9:59 വരെ. സാംബിയ 5:47 മുതൽ 9:53 വരെ. ഇസ്രായേൽ 6:35 മുതൽ 10:30 വരെ. സൗത്ത് ആഫ്രിക്ക 6:19 മുതൽ 10:30 വരെ. ജോർജിയ 7:01 മുതൽ 10:53 വരെ. അയർലൻഡ് 7:32 മുതൽ 11:19 വരെ. ഉഗാണ്ട 6:35 മുതൽ 10:37 വരെ. അമേരിക്ക ന്യൂയോർക്ക് 6:56 മുതൽ 7:39 വരെ. കാനഡ 7:05 മുതൽ 7:39 വരെ. വാൻകോവർ ബ്രിട്ടീഷ് കൊളംബിയ 7:17 മുതൽ 11:06 വരെ. ഓസ്ട്രേലിയ വെല്ലിംഗ്ടൺ 5:38 മുതൽ 9:48 വരെ. ന്യൂസിലാൻഡ് 7:42 മുതൽ 11:03 വരെ. ഇതാണ് നമ്മൾ സ്ഥിരമായി പറയുന്ന പാരണാ സമയങ്ങൾ. ഇനി ഏതെങ്കിലും സ്ഥലത്തെ പാരണാ സമയം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇടൂ. ആ കമന്റിന് ഞാൻ മറുപടി നൽകാം. ഇനി ഏകാദശിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സമയമുണ്ട്. അതായത് ഹരിവാസര സമയം. ഹരിവാസര സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊത്ത് ഭൂമിയിൽ കാണപ്പെടുന്നു. അവരുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ് എന്നും വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള സമയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 3-ാം തീയതി ഏകദേശം ഏതാണ്ട് 12 മണിയോടുകൂടി ഹരിവാസര സമയം തുടങ്ങും. ഒക്ടോബർ 4-ാം തീയതി വെളുപ്പിനെ 12 മണി 12 മിനിറ്റോടുകൂടി ഏകദേശം 12 മണി 12 മിനിറ്റോടുകൂടി ഹരിവാസര സമയം അവസാനിക്കുകയും ചെയ്യും. അതായത് 3-ാം തീയതി പകലും അന്ന് രാത്രിയും ഹരിവാസര സമയം ഉണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഏകാദശി 3-ാം തീയതി ആണല്ലോ. 3-ാം തീയതി പകലും സന്ധ്യയ്ക്കും ഒക്കെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ഫലസിദ്ധിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഏകാദശി ദിവസം പകലും രാത്രിയിലും എല്ലാം നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ആ സമയം വരെ നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ സാധിക്കുന്ന എല്ലാവരും ജപിക്കുക. അതല്ലെങ്കിൽ എപ്പോഴും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും ഈശ്വരന്റെ ആ മനോഹരമായ രൂപം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ നാമജപത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മൾ ത്രേതായുഗത്തിലെ കഥകളും ദ്വാപര യുഗത്തിലെ കഥകളും ഒക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഇപ്പോഴും സന്യാസിമാര് യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. കാരണം അന്ന് സന്യാസിമാരുടെ ഒരു ജോലിയായിരുന്നു അത്. രാജ്യത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി അവരെപ്പോഴും ഇങ്ങനെ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും. ഓരോ രാജാക്കന്മാരും അവരവരുടെ ഉത്തരവാദിത്തമായി യജ്ഞങ്ങൾ നടത്തുമായിരുന്നു. പക്ഷേ ഇത് കലിയുഗമാണ്. ഇവിടെ എല്ലാം കള്ളന്മാരാണ്, ആരുമില്ല നല്ലത്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ യജ്ഞമോ ഹോമമോ ഒന്നും നടത്താനുള്ള ആളുകൾ ഇല്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം സർവേശ്വരൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അതായത് നിങ്ങൾ യാഗങ്ങളും ഹോമങ്ങളും ഒന്നും നടത്തണ്ട, അതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം നാമജപമാണ്. കാരണം അത് നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ജപിക്കാൻ സാധിക്കും. മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട, നമുക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് നമ്മൾ പ്രാർത്ഥിപ്പിക്കേണ്ട, നമുക്ക് വേണ്ടി മറ്റൊരാളെ കൊണ്ട് നമ്മൾ നാമം ജപിപ്പിക്കേണ്ട, നമുക്ക് തന്നെ
ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണ ആത്മാർത്ഥതയോടുകൂടി ചെയ്യും. പക്ഷേ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചില യജ്ഞങ്ങളും ഹോമങ്ങളും ഒക്കെ ചെയ്താൽ അതിന് അത്രയും ആത്മാർത്ഥത ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഇതൊന്നും ചെയ്യാൻ അറിയാവുന്ന ആളുകളും ഇന്നത്തെ ഈ യുഗത്തിൽ വളരെ കുറവാണ്. ഇത് ഈശ്വരന് മുൻകൂട്ടി അറിയാം ഇങ്ങനെ ഒരു യുഗമാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളോട് തന്നെ നാമം ജപിച്ചുകൊള്ളാൻ പറയുന്നത്. അതിലൂടെ മോക്ഷം ലഭിക്കുമെന്നും ഭഗവാൻ പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് കലിയുഗത്തിൽ നാമജപത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി നിരന്തരം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് നൽകും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.